അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. ചേച്ചിയെ പറ്റിക്കാണ്, ചേച്ചി വേറെ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യണം, അത് ചെയ്യണം, ചേച്ചിക്ക് മൊബൈലുണ്ടല്ലേ, ചേച്ചി ചെയ്താൽ ഉടനെ റീച്ചാവും, ഇതെല്ലാം പറയുന്നു. അപ്പോഴും ഞാൻ പറയും, എന്നിലൂടെ അങ്ങനെ ഒരു കുടുംബം, എൻ്റെ മക്കളെ അങ്ങനെ ആരെങ്കിലും രക്ഷപ്പെടുത്തുമല്ലോ, ഞാൻ അങ്ങനെ അവരൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലേ എൻ്റെ മക്കളെ ആരെങ്കിലും രക്ഷപ്പെടുത്തൂലേ? അങ്ങനെ ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ആരാ ഈ വഴി ഇങ്ങനെ കിടക്കുമോ? ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയണ്ട. ഫേസ്ബുക്കിൽ മുമ്പ് നല്ല ബോണസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, അമ്മ വരുന്നതിന് മുന്നേ. അന്നുള്ളവർക്കറിയാം, ഈ വീഡിയോ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് നമ്മളെ ടൈമില് ആദ്യ കാലത്ത് അമ്മ വരുന്നതിന് മുമ്പുള്ള കഥയാണേ. അമ്മയൊക്കെ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് നമ്മൾ പറയുന്ന. ആ ഒരു ടൈമില് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ബോണസ് ഉണ്ടായിരുന്നു. അത് ആ ടൈമിലുള്ളവർക്ക് അറിയാം. അന്നത്തെ സമയത്ത് ഞങ്ങൾക്ക് ഏകദേശം, നമുക്ക് പറയുന്ന ഒരു വിഷമമില്ല കേട്ടോ, 1.5 ലക്ഷം രൂപ വരെ അന്ന് നമുക്ക് കിട്ടുമായിരുന്നു. കാരണം അന്ന് ഞങ്ങൾ കണ്ടന്റ് വീഡിയോ അല്ല ചെയ്യുന്നത്, ലോങ് ആ ചെയ്യുന്നത്. നമുക്ക് അറിയാൻ വയ്യാതൊക്കെ ചെയ്തു പോകണം. പേജ് ലോങ് വീഡിയോ ചെയ്യും, അതെല്ലാം 1 മില്യൺ 2 മില്യൺ അങ്ങനെ 4 മില്യൺ അങ്ങനെ അടിക്കും. എന്നിട്ട് അതിന്റെ വരുമാനമാണ് ലക്ഷങ്ങളായിട്ട് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന. പക്ഷെ നമ്മുടെയൊക്കെ എന്തോ കഷ്ടകാലമാണെന്ന് അറിയത്തില്ല. പിന്നെ അതിനുശേഷം ഇവർ ഇതെല്ലാം വെട്ടിക്കുറച്ച് ഫേസ്ബുക്ക് ഒന്നും ഇപ്പം പോയി. അപ്പൊ പിന്നെ നമ്മൾ ഈ ഒരു കണ്ടന്റ് ഈ ഒരു സ്റ്റേജിലോട്ട് വന്നപ്പോ ഇവര് വെട്ടിക്കുറച്ച് എല്ലാ തുകകളും മാറി. ഇവര് അന്നത്തെ കാര്യം ഒഴുക്കി പറയുന്ന ലക്ഷങ്ങൾ പറ്റിക്കുവാന്ന്. പക്ഷെ കിട്ടിയിട്ടില്ല എന്നല്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിന്റെ പകുതി പോലും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല.